ജനങ്ങൾക്ക് ഇരുട്ടടിയായി വീണ്ടും പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 16 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ദില്ലിയിൽ പാചകവാതക സിലിണ്ടറിന്റെ വില 1818 രൂപയായി ഉയർന്നു. 5 മാസം കൊണ്ട് 173 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവ് സ്വാഭാവികമായും ഹോട്ടൽ ഭക്ഷണം ഉൾപ്പെടെയുള്ളവയുടെ വില വർധനവിന് വഴിവെക്കുകയും ചെയ്യും. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. അസിത, സാധാരണക്കാരുടെയും ഇടത്തരം സംരംഭകരുടെയും കൈപ്പൊള്ളിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി എടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാസവും കേന്ദ്ര സർക്കാർ പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുന്നത്. 16.5 രൂപയാണ് ഇന്ന് വില കൂട്ടിയിരിക്കുന്നത്. ഇത് ഇന്ന് തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതോടുകൂടി ദില്ലിയിൽ പാചകവാതക സിലിണ്ടറിന്റെ വില 1818 രൂപയായി ഉയരുകയും ചെയ്തു. മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രം 17 രൂപയാണ് ഇന്ന് സിലിണ്ടറിന് വില കൂടിയിരിക്കുന്നത്. ഇതോടുകൂടി 1827 രൂപയായി ഒരു സിലിണ്ടറിന്റെ വില മാറുകയും ചെയ്തു. ഈ 19 കിലോ വരുന്ന വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് വില കൂട്ടിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ജനങ്ങളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ പാചകവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ ഉടമകളെയും അത്തരം തൊഴിലാളികളെയും സാധാരണ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെയും കാര്യമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഹോട്ടൽ ഉടമകളൊക്കെ തന്നെയും ഈ പാചകവാതകത്തിന് മാത്രം, അഥവാ ഗ്യാസിന് വേണ്ടി മാത്രമായി വലിയ തുക, ഭീമമായ ഒരു തുക മാറ്റിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾക്കടക്കം, ഭക്ഷ്യവസ്തുക്കൾക്കടക്കം വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരും. നമുക്കറിയാം, കേരളത്തിലടക്കം കഴിഞ്ഞ മാസങ്ങളിലും ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർധന ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഗ്യാസ് സിലിണ്ടറിനടക്കം വില കൂടുന്നത്. ഇത് തീർച്ചയായും ഈ ഭക്ഷണങ്ങളുടെ വില കൂടുന്നതിനും കാരണമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 5 മാസത്തിനിടെ 173 രൂപയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റിൽ 8.50 രൂപയും സെപ്റ്റംബർ മാസത്തിൽ 39 രൂപയും ഒക്ടോബറിൽ 48.50 രൂപയും നവംബറിൽ 62 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മാറ്റങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വർധനവ് വരുത്തിക്കൊണ്ടാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ ഈ പെട്രോളിയം കമ്പനികളൊക്കെ തന്നെയും ഈ ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും വില വർദ്ധിപ്പിക്കാതെ താരതമ്യേനയുള്ള വില മാത്രം നിലനിർത്തുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ ഭീമമായി ഗ്യാസ് സിലിണ്ടറിന് അടക്കമുള്ള കാര്യങ്ങളിൽ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ ഗ്യാസ് സിലിണ്ടറിന് വില കുറക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഈ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേന്ദ്രം കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സാധാരണക്കാരെ ഒന്നടങ്കം നടുവൊടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം തുടർച്ചയായി കൈക്കൊണ്ടുവരുന്നത്. എന്തായാലും കുത്തക കമ്പനികൾക്ക് കൊള്ളലാഭം നേടുന്നതിന് വേണ്ടി കേന്ദ്രം കൂട്ടുനിൽക്കുന്നു എന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. അസിത. തീർച്ചയായും അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന വിലവർധനവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വീണ്ടും ഉണ്ടായിരിക്കുന്നത്. 17 രൂപയാണ് ഇന്ന് മാത്രം വാണിജ്യ സിലിണ്ടറിന്റെ വില കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് അബ്ദുൾ റഷീദ്.